കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ചില ആഴ്ചകൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് ദൈവവചനവുമായിട്ട് പഠന രീതികളുമായി കടന്നു വരുവാനിടയാക്കിയതിനായി സ്തോത്രം. ആലോചന വലിയവനും പ്രവൃത്തിയിൽ ഭയങ്കരമാകുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആലോചന പറഞ്ഞു തരും. ദൈവകൃപ ഞങ്ങളെ നിറയ്ക്കും. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മുടെ വിഷയം എന്തുവാ? ബൈബിൾ സ്റ്റഡി മെത്തേഡ്സ്, ബൈബിൾ പഠന രീതികൾ. അതിലിപ്പം അതിലിപ്പോൾ ഏതെല്ലാം കഴിഞ്ഞു? നമ്മുടെ ഏതെല്ലാം വിഷയങ്ങളാണ് നമ്മളതിൽ കഴിഞ്ഞത്? ഏതൊക്കെയാ? 1, ധ്യാനാത്മകമായത്. 2, ഒരു അധ്യായത്തെ മുഴുവൻ പഠിച്ച് കണ്ടെത്തുക. 3, ജീവചരിത്രം, ഒരാളുടെ ജീവചരിത്രം മുഴുവൻ, സ്വഭാവമല്ല, അയാളുടെ ജീവചരിത്രത്തെ മുഴുവൻ. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളും വൈകല്യങ്ങളും. പിന്നെ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ട്, എന്ന് പറഞ്ഞാൽ സ്നേഹം, സമാധാനം, സന്തോഷം, അങ്ങനെ ഏതെങ്കിലും, വിശ്വാസം, നീതീകരണം, സ്നാനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ട്. പിന്നെ വാക്കുകളുടെ പഠനം. ഒരേ പദം തന്നെ വേദപുസ്തകത്തിൽ എന്തെല്ലാം അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള വാക്ക് പഠനം. 7ാമത്തത് പുസ്തക പഠനം. പുസ്തക പഠനമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പുസ്തക പഠനമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകം എന്ന് ഉദ്ദേശിച്ചത് ഞാൻ വേദപുസ്തകത്തെ അല്ല, പകരം വേദപുസ്തകത്തിലെ പുസ്തകങ്ങളെയാണ്. മനസ്സിലായോ? കാരണം എല്ലാ പുസ്തകവും എഴുതപ്പെട്ടതിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. അങ്ങനെ നമ്മൾ അവസാനമായിട്ട് കണ്ടു. ഏതാ? യൂദായുടെ ലേഖനമാണ് നമ്മൾ കണ്ടേ. യൂദായുടെ ലേഖനം എഴുതാനുള്ളതിൻ്റെ കാരണം എന്താ നമ്മൾ കണ്ടു. എന്തായിരുന്നു കാരണം? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടണം. അത് ഇന്നത്തെ കാലത്തും അത് അനിവാര്യമായിട്ട് വന്നിരിക്കുക. അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട പല വാക്കുകളുണ്ട്. വിശുദ്ധന്മാർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 2, ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ടത്. 3, ഭരമേൽപ്പിക്കപ്പെട്ടത് എന്തുവാ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല, വിശ്വാസമാണ്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ഫൈറ്റ് ഫോർ ഇറ്റ്, ടു ഡിഫെൻഡ് ദ ഫെയ്ത്ത്. അപ്പോൾ എന്തോ നിർഭാഗ്യവശാൽ ആ കാലഘട്ടമായപ്പോഴത്തേന്, ഏത് കാലഘട്ടം? യൂദ ഈ ലേഖനം എഴുതുന്ന കാലഘട്ടമായപ്പോഴത്തേന് വിശ്വാസത്തിൽ പല മൂല്യച്യുതികളും കൂട്ടിച്ചേർക്കലുകളും സംഭവിച്ചു. അത് പൗലോസും ഒരു ഹിൻഡ് നമുക്ക് തരുന്നുണ്ട് ഗലാത്യ ലേഖനത്തിൽ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിരോധമായി. അപ്പോൾ അതൊരു പൊതു വിഷയമായിരുന്നു. ഏത്? വിശ്വാസത്തിൻ്റെ തനിമയും വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും വിശുദ്ധിയും ഒക്കെ എന്ത് ചെയ്തു? കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങ് നഷ്ടപ്പെട്ടു. വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള ഇത് മാറിയിട്ട് പ്രവൃത്തിയും കൂടെ അതിനകത്തുണ്ടെങ്കിലേ പറ്റൂ എന്നുള്ളത് വന്നു. അതിലേറ്റവും മേജറായത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമേറിയത് എന്തായിരുന്നു? പരിച്ഛേദനയായിരുന്നു. വിശ്വാസത്തിലോട്ട് വന്നവരെന്ത് ചെയ്യണം? പരിച്ഛേദനയും ഏൽക്കണം എന്നൊരു ശക്തമായിരിക്കുന്ന വാദം അപ്പോസ്തോലിക കാലയളവിൽ തന്നെ ഉണ്ടായിരുന്നു. അതിനെ ശക്തമായിട്ട് എതിർത്ത് ആരായിരുന്നു? പൗലോസാ. കാരണം പരിച്ഛേദനയാലല്ല ഒരു ജഡവും നീതീകരണം പ്രാപിക്കുന്നത്, വിശ്വാസത്താലാണ്. അങ്ങനെയാണ് ദൈവം ജാതികളായിരിക്കുന്ന അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന പരിച്ഛേദന. പക്ഷേ അതുകൊണ്ട് അവരോട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മളിനി എന്ത് ചെയ്യാൻ പാടില്ല? പരിച്ഛേദന ഏൽക്കാനായിട്ട് പറയാൻ പാടില്ല എന്ന് അതിശക്തമായ രീതിയിൽ പൗലോസ് എന്ത് ചെയ്തു? വാദിച്ചു. വേറൊസം പറയുന്ന പൗലോസും പത്രോസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷ പറഞ്ഞ ഊക്കനടി ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. അത് ആശയത്തോടുള്ളതിലാ. പൗലോസ് പറയുന്നത് ഞാനൊരു ഇട പോലും ഞാൻ വിട്ടുകൊടുത്തില്ലെന്നാണ് പറയുന്നത്. കാരണം പുള്ളിക്കത് പറയാനുള്ള ഗട്ട്സുണ്ട്, ആംബിയറുണ്ട്.
കാരണം ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരണം പ്രാപിക്കില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് പൗലോസ്. കാരണം ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യനായിട്ട് ജീവിച്ചവനാണ്. ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലെന്നുള്ളത് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് പൗലോസ് ഇത്രയും എന്ത് ചെയ്തത്, വാശി പിടിക്കും. ഈ ചില ആളുകൾ ചില കാര്യങ്ങൾക്ക് അത്രയും വാശി പിടിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അതവരുടെ അനുഭവമായതുകൊണ്ടാണ്. മറ്റവൻ ഈ ഒതളങ്ങിയ പോലെ ഇരിക്കും, എങ്ങനെ ആയാലും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ. പക്ഷേ ഇയാൾ പിടിവാശി പിടിക്കേണ്ട കാരണം ദാറ്റ്സ് ഹിസ്, അതവൻ്റെ അനുഭവമാണ്. ഒരു ആണുവിടെ പൗലോസ് വിട്ടുകൊടുത്തില്ല. യൂദായുടെ ലേഖനം വരുമ്പോഴേ കാണാൻ വായിക്കുന്നത് എങ്ങനെയൊക്കെയോ ഈ വിശ്വാസത്തിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു, പലതും കൂട്ടിച്ചേർക്കപ്പെട്ടു. യൂദ പറയാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി നിങ്ങൾ പോരാടണം. നെവർ കോംപ്രമൈസ്. ആരുമായിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകരുത്. ആ ഉദ്ദേശത്തോടാണ് യൂദ എന്ത് ചെയ്യുന്ന ആ ലേഖനം എഴുതുന്നത്. ഇനി അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് പുള്ളി പല 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 ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുന്നു, വാസസ്ഥലം എന്നുള്ള ദൂതന്മാരെ അങ്ങനെ ഇതൊന്നും എല്ലാം എടുത്തുകൊണ്ടിരുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ക്രിസ്തീയ ശുശ്രൂഷയിലായിരിക്കുന്ന നമുക്ക് ഒരു ചുമതലയും കൂടെ ഉണ്ട്, ഡിഫെൻഡിങ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ? പോരാടണം. അപ്പോൾ വിശ്വാസം പ്രചരിപ്പിച്ചാൽ മാത്രം പോരാ, എവിടെ ഈ വിശ്വാസത്തിനെതിരായി ആളുകൾ ശബ്ദിക്കുന്നോ അവിടെ നാം വിശ്വാസത്തിന് പോരാടുകയും കൂടെ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ ലേഖനത്തിൻ്റെയും പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് വേഴ്സ് ബൈ വേഴ്സ് സ്റ്റഡിയാണ്. വാക്യപ്രതിവാക്യം. അത് എഴുതിയിട്ടില്ലല്ലോ നമ്മൾ? ഇല്ലല്ലോ, ഇല്ല. വാക്യപ്രതിവാക്യ പഠനം, വേഴ്സ് ബൈ വേഴ്സ് സ്റ്റഡി. വാക്യപ്രതിവാക്യ പഠനം, അത് 8-ാമത്തെയാണ് അല്ലേ? വേഴ്സ് ബൈ വേഴ്സ്, വാക്യപ്രതിവാക്യം. അപ്പോൾ ഈ വാക്യപ്രതിവാക്യ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, എല്ലാ വാക്യങ്ങളും ഒരു പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ്. എല്ലാ വാക്യങ്ങളും ഒരു പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞാൽ എവറി വേർഡ്സ് ഹാസ് എ കോണ്ടെക്സ്റ്റ്. എല്ലാ വാക്യത്തിനും എന്തുകൊണ്ട്? ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട നിയമങ്ങൾ, ഒന്ന്, എല്ലാ വാക്യത്തിനും ഒരു സന്ദർഭമുണ്ട്. വേദപുസ്തകത്തിലെ എല്ലാ വാക്യത്തിനും എന്തുകൊണ്ട് എന്ന് പറഞ്ഞൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിലാണ് ആ വാക്യം എന്ത് ചെയ്തിരിക്കുന്നത്, പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തു ചെയ്യണം? സന്ദർഭം കണ്ടെത്തണം. ആ വാക്യത്തിൻ്റെ സന്ദർഭം ഏതാണെന്ന് കണ്ടെത്തണം. മൂന്നാമത്,
ഇതേ വാക്യം തന്നെ വേദപുസ്തകത്തിൽ ഇതേ എഴുത്തുകാരനാൽ വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. മനസ്സിലാവും നമുക്ക്? ഇതേ വാക്യം തന്നെ ഇതേ എഴുത്തുകാരനാൽ വേറെ എവിടെങ്കിലും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? മനസ്സിലായോ ഞാൻ പറഞ്ഞ എന്തുവാന്ന്? ഇതേ വാക്യം ഇതേ എഴുത്തുകാരൻ വേറെ എവിടെങ്കിലും ബൈബിളിൽ വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? 4, ഇതേ വാക്യം മറ്റ് എഴുത്തുകാർ വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അഞ്ച്, എന്താ ശ്രദ്ധിക്കേണ്ടത്? ഈ വാക്യത്തിൻ്റെ ഭാഷാപരമായ സ്ഥാനം എന്തുവാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറി പെടുന്നതാ ഈ വാക്യം? പദ്യമാണോ ഗദ്യമാണോ എന്ന് പറഞ്ഞാൽ കവിതയാണോ അല്ലാത്തതാണോ? അപ്പോൾ ഈ വാക്യത്തിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ യഥാ മാതാ തഥാ പുത്രി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൈബിളിലൊരു വാക്കുണ്ട്. എബ്രായ ഭാഷയിൽ അങ്ങനൊന്നുമല്ല. അത് ആ ആശയം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലി എടുത്ത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ അവിടെ. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ ചെയ്യുന്നത്? യഥാമാതാ തഥാ പുത്രി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തോ ഇനി അമ്മയെപ്പോലെ മോളും എന്നുള്ളതിൻ്റെ ഇതാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ഈ വാക്യത്തിൻ്റെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന വാക്യത്തിൻ്റെ ഭാഷാപരമായ സ്ഥാനം എന്തുവാ? അതേത് വകുപ്പിൽപ്പെടുന്നതാ? ഗദ്യമാണോ പദ്യമാണോ? അത് പ്രാവചനികമായൊരു വാക്യമാണോ അതോ ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്, ചരിത്ര പ്രഖ്യാപനം മാത്രമായിരുന്നോ? അപ്പോൾ ഇതിന് ഈ വാക്യത്തിൻ്റെ ഘടന നമ്മൾ നോക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഏത് വാക്യപഠനത്തിൽ? ഉദാഹരണം, ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളവൻ. അതിനാ പുള്ളിയുടെ വീട് പൂട്ടി ഇയാളുടെ കൊടുത്തിരിക്കുകയാണോ? ഇതാ ദാവീദിൻ്റെ വീടിൻ്റെ താക്കോൽ ഇയാളുടെ കയ്യിലാണോ? അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അധികാരമാണ്. അതൊരു സിംബോളിസമാണ്, അതൊരു പ്രതീകമാണ്. അപ്പോൾ വേറെ ദിവസത്തിൽ മുഴുവൻ നമ്മൾ നോക്കണം. എവിടെ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ എന്നുള്ള വാക്യം വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതേ എഴുത്തുകാരൻ ഉപയോഗിച്ചിട്ടുണ്ടോ? മറ്റെഴുത്തുകാർ ഇതേതിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോഴാ വാക്യപ്രതിവാക്യ പഠനത്തിൽ ഓർത്തിരിക്കേണ്ട ഇത്രയും കാര്യങ്ങളുണ്ട്. ഒന്ന്, എല്ലാ വാക്യത്തിനും ഒരു സന്ദർഭം ഉണ്ടെന്ന് ഓർത്തണം. ഏതെങ്കിലും ഒരു സന്ദർഭത്തോടുള്ള ബന്ധത്തിൽ, ഉദാഹരണം, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. എന്തോ അതിൻ്റെ അർത്ഥം?
പണിയെടുക്കുന്നവൻ വല്ലതും തിന്ന് അതിന് കണക്ക് പറയാൻ പോകുന്ന, അതതിൻ്റെ അർത്ഥം. അതതിൻ്റെ അർത്ഥം. അടുക്കള പണിയെടുക്കുന്നവന് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലേശം ഒരു പാത്രത്തിൽ ഇട്ട് രുചി നോക്കിയില്ല, അവൻ ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കുക. ഇപ്പോൾ കപ്പ ഇറച്ചി ഉണ്ടാക്കുമായിരുന്നു. കപ്പയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഒരു സ്വല്പം വെച്ച പണിക്കാർ അല്ലെങ്കിൽ അതിനെ അധ്വാനിച്ച ആളുകൾ അതിന് കണക്ക് പറയരുത്. അതിന് കണക്ക് പറയരുത്. അതാ പറഞ്ഞത്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട. മുഖക്കൊട്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? ഒരു നെറ്റ് പോലൊരു സാധനം അതിന് കെട്ടിയിരിക്കുകയാണ്. എന്തിനത്? തിന്നാതിരിക്കാൻ വേണ്ടി. അത് മെതിക്കുന്ന സാധനം തിന്നാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അതിന് നെറ്റ് പോലൊരു മുഖക്കൊട്ട പോലെ ഉണ്ടാക്കി അതിനെ പോകുന്നതെല്ലാം കൂടി അഴിച്ചു വിടുന്ന മൃഗങ്ങളാണെങ്കിൽ വഴി കാണുന്നതെല്ലാം കൂടെ തിന്നാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? മുഖക്കൊട്ട കെട്ടി വെച്ചാൽ വിടുക. അത് കടിക്കാതിരിക്കാൻ. അപ്പോൾ ഓരോന്നിനും ഓരോ വിധത്തിലാണ് കെട്ടുന്നത്. അവിടെ പറയുന്നു മെതിക്കുന്ന കാളയ്ക്ക് എന്ത് ചെയ്യരുത്. എന്നിട്ട് അവിടെ പറയുന്നു ദൈവം കാളയെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്? ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞേക്കുന്നതെന്ന് അറിയാമോ? സുവിശേഷ വേലക്കാരെ വേണ്ട രീതിയിൽ മാനിക്കണമെന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞേക്കുന്നത്. അത് ആ കോണ്ടെക്സ്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവൻ്റെ അധ്വാനത്തിന്, അവൻ്റെ കണ്ണുനീരിന്, അവൻ്റെ പ്രയത്നത്തിന് എന്ത് ചെയ്യരുത്? കൺട്രോൾ ചെയ്യരുത്. മെതിക്കുന്ന കാളയ്ക്ക് എന്ത് ചെയ്യരുത്? മോക്കൊട്ട കെട്ടരുത്. അത് കാളയെക്കുറിച്ചല്ല ദൈവം ചിന്തിക്കുന്നത്. ദൈവം ചിന്തിക്കുന്ന ആരെയാ? മനുഷ്യനോടുള്ള ബന്ധത്തിലാണ് അത് പറഞ്ഞത്. അപ്പോൾ ഒരു വാക്യം നമ്മൾ പഠിക്കുമ്പോൾ ആ വാക്യം എടുത്തിട്ട് ദൈവം എത്ര മൃഗസ്നേഹിയായിരുന്നു എന്നും എന്ത് ചെയ്യരുത്? വ്യാഖ്യാനിക്കാൻ പോകരുത്. അതല്ല അവിടുത്തെ ഉദ്ദേശമായിരുന്നു. അപ്പോൾ ഓരോ വാക്യവും പറഞ്ഞിരിക്കുന്നത് ഒരു സന്ദർഭത്തോടുള്ള ബന്ധത്തിലാണ്. അതിൻ്റെ സന്ദർഭം നമ്മൾ കണ്ടെത്തണം. ഈ പല ദൈവദാസന്മാർക്കും പറ്റിയേക്കുന്ന വലിയ പരാജയം, അവർ വേദപുസ്തകത്തിൽ നിന്ന് മുഴുവൻ ഇവിടുന്ന് എല്ലാം വാക്യങ്ങൾ എന്ത് ചെയ്യും? പരതി എടുത്തുകൊണ്ടുവരും. പക്ഷേ ഈ പറയുന്ന പല വാക്യങ്ങളും അതിൻ്റെ തൊട്ട് മുമ്പിലത്തെ വാക്യവുമായിട്ട് വായിച്ചാൽ അദ്ദേഹം പറയുന്ന ആശയവുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. അതുകൊണ്ട് അവർ പ്രത്യേകം പറയും, എൻ്റെ രണ്ടാം ഭാഗം മാത്രം വായിച്ച് സൗകര്യം. കാരണം ഒന്നാം ഭാഗം വായിച്ചപ്പോൾ ദൂത് പോകും. എൻ്റെ രണ്ടാം ഭാഗം മാത്രം വായിച്ച്, എടാ ഈ രണ്ടാം ഭാഗം ഒന്നാം ഭാഗത്തോട് ചേർന്ന് പറഞ്ഞതാ. അപ്പോൾ എല്ലാ വാക്യത്തിൻ്റെയും എന്ത് ചെയ്യണം? സന്ദർഭം നമ്മൾ കണ്ടെത്തണം. ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ വാക്യം പറഞ്ഞേക്കുന്നത്? ഇപ്പോൾ യഹോവ സാക്ഷിക്കാർ ദൈവം ഏകനാണെന്ന് തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നൊരു വാക്യമുണ്ട്, യഹോവ ഏകൻ. അപ്പോൾ ഏക ദൈവം, അതിൻ്റെ ബാക്കിയോട് വായനപ്പാ. അപ്പോൾ സന്ദർഭം കണ്ടെത്തണം. ഇതേ വാക്യം തന്നെ ഇതേ എഴുത്തുകാരൻ വേറെ എവിടെയെങ്കിലും ഉപയോഗിച്ചോണം. ഉദാഹരണം, പൗലോസൊക്കെ എത്ര ലേഖനം എഴുതിയതാ. അപ്പോൾ പൗലോസ് ഏതെങ്കിലും ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ വേറെ എവിടെയെങ്കിലും തന്നെ ലേഖനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ? പരാമർശിച്ചിട്ടുണ്ടോ? അതിനും ഇതേ അർത്ഥം തന്നെയാണ് അവിടെ കൊടുക്കുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഇത് വേറെ എഴുത്തുകാർ എഴുതിയിട്ടുണ്ടോ? അപ്പം പൗലോസ് ഉപയോഗിക്കുന്ന ചില ആശയങ്ങളൊക്കെ അല്ലെങ്കിൽ ശൈലികളൊക്കെ പത്രോസ് ഉപയോഗിച്ചിട്ടുണ്ട്, യോഹന്നാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം മറ്റുള്ളവർ ഈ പദങ്ങളെ, ഈ വാക്യങ്ങളെ, ഈ പദസമുച്ചയങ്ങളെ എങ്ങനെ അവരുപയോഗിച്ചേക്കുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ ഇത് പരസ്പര വിരുദ്ധമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇതിനെയൊക്കെ എന്ത് ചെയ്യാനായിട്ട്? വ്യാഖ്യാനിച്ചു കൊണ്ടുവരാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഞ്ചാമത് കണ്ടു, ഈ വാക്യത്തിൻ്റെ ഭാഷാപരമായ സ്ഥാനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ വാക്യം മറ്റേ ഘടന അത് നോക്കായിരിക്കും നല്ലത്. ഘടന എന്തുവാന്ന് കണ്ടുപിടിക്കുക. ഇത് പദ്യമാണോ? ഇത് ഒരു കവിതയുടെ ഭാഗമാണോ? അതോ ഒരു ഗദ്യമാണോ? ഇവിടെ അക്ഷരാർത്ഥമാണോ ഉദ്ദേശിക്കുന്നത്, അതോ ആശയാർത്ഥമാണോ അവിടെ ഉള്ളത്? 45-ാം സങ്കീർത്തനം നമ്മൾ കല്യാണ സമയത്തെല്ലാം വായിക്കാറുണ്ട്.
എടുത്തുനിന്ന് വായിച്ചാൻ 45-ൻ്റെ 1 മുതലായിട്ടുള്ള വാക്യങ്ങൾ. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു. അതൊക്കെ ആലങ്കാരിക പദങ്ങളാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നാവ് പേനയുടെ കൂട്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുപോലാകുന്നു, നീ മനുഷ്യപുത്രൻ മാതിരി അതി സുന്ദരൻ, ലാവണ്യം നിൻ്റെ അധരങ്ങളിലിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ ദൈവം തന്നെ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരക്കിയിട്ട്. നിങ്ങളൊരു കാര്യം ചിന്തിച്ച് നോക്കിയേ അല്ലേ, നിന്റെ വാൾ, അത് അക്ഷരാർത്ഥത്തിൽ ഒരു വാളെടുത്ത് കെട്ടാനെന്നല്ല പറഞ്ഞേ. അത് നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. അടുത്തത് ശ്രദ്ധിച്ച് അവിടെ ശ്രദ്ധിക്കേണ്ട വാക്യങ്ങൾ. കല്യാണ സമയത്ത് വായിക്കുമ്പോൾ ചെറുക്കനെ കുറിച്ച് പറയേണ്ടത് എന്തുവാ? സത്യം, സൗമ്യത, നീതി. ഇത് മൂന്നും അവൻ്റെ മുഖമുദ്രയായിരിക്കണം. സത്യവും സൗമ്യവും നീതിയോട് വാഴേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായിരുന്നില്ലുക. ആ ആ ആ ആ ആ ആ ആ ആ ആ നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്നുള്ള കമ്പിതാളും നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണഞ്ഞിരിക്കുന്നു. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് അന്തപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻ കസവ് കൊണ്ടുള്ളത്. അപ്പോൾ കസവുള്ള വസ്ത്രം ധരിക്കുന്നതിനൊന്നും കല്യാണത്തിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കല്യാണ പെണ്ണ് വെള്ളേ ഉടുത്തുകൊണ്ട് വരാവൂ എന്ന് പറഞ്ഞു വെച്ചാൽ ഈ 45-ാം അങ്കത്തിൽ പിന്നെ എഴുന്നേറ്റെന്ന് വായിക്കരുത്. ഏതാ? അവളുടെ വസ്ത്രം എന്നിട്ട് പറഞ്ഞു, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. അത് തന്നെ പറഞ്ഞത്. അവളുടെ വസ്ത്രം എന്തുവാന്ന് പറഞ്ഞേ? പൊൻകസവ് കൊണ്ടുള്ളത്. അവളെ എംബ്രോയിഡറി ചെയ്യിപ്പിച്ചിട്ട് അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിയെ കൊണ്ടുവരും. അവളുടെ തോഴിമാരായ കന്യകുമാരെയും കൊണ്ടുവരും. ഇതെല്ലാം എന്തോ ആലങ്കാരികമായ രീതിയിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോന്നെടുത്ത് പഠിക്കുമ്പോൾ അതെന്തുവാണ്, അത് കവിതയാണ് ശരിക്കും. അത് വായിക്കേണ്ടത് നമ്മൾ ഈ വായിക്കുന്ന പോലെ ഒന്നുമല്ല. കവിത വായിക്കുന്ന പോലെ വായിക്കണം. അതൊരു ഗാനമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വാക്യ പ്രതിപാദന രീതിയിൽ ഏതൊരു വാക്യം ഒരാൾ പറഞ്ഞാലും അതിൻ്റെ മുൻപിൽ എന്തുവാ, അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് ആ വാക്യം പറഞ്ഞേക്കുന്നത് എന്ത് ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ധാരണ കിട്ടിയല്ലോ വേദോസ്തം പഠിക്കേണ്ടത് എങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തോ ചെയ്യാൻ പോകുന്നേ? എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളിനി ഓരോ പ്രസംഗങ്ങൾ ഉണ്ടാക്കാൻ പോവുക. 8 രീതി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവരും ഈ ഓരോ രീതി അനുസരിച്ച് നമ്മൾ പഠിക്കാൻ പോവുക. ഇനി നമുക്ക് ആദ്യത്തിലേക്ക് ഇനി ആദ്യം പൂജ്യം നമുക്ക് വേണമെന്ന് വരാം. ഇനി ഏതായിരുന്നു ആദ്യത്തേത്? ധ്യാനാത്മകമായത്. അവിടെ എന്തുവാ പ്രാധാന്യമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്? ഒരു ദൈവവചനം നമ്മളെടുത്ത്, അല്ലെങ്കിൽ ഒരു ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഏറെ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ ദൈവം അതിലൂടെ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ആ വചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അപ്പം ധ്യാനാത്മക പഠനത്തിൽ ഏറെ പ്രാർത്ഥന ആവശ്യമാണ്. ഒരു ധ്യാനാത്മക പഠനത്തിൽ ഏറെ പ്രാർത്ഥന. 2, ഒരു സൈലൻ്റായുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ നിശബ്ദമായ ഒരു സ്ഥലം. 3,
കേന്ദ്രീകൃതമായ ശ്രദ്ധ, എ കോൺസെൻട്രേറ്റഡ്, ആ വചന എന്തുവാ പുറത്ത് നടക്കുന്നതെന്ന് പോലും നമ്മൾ അറിയത്തില്ല. വി ആർ ഫുള്ളി ഇമ്മേഴ്സ്ഡ് ഇൻ ദ വേർഡ്സ്. അത് നമ്മുടെ ഇതിനകത്ത് അത് തന്നെ അതിങ്ങനെ വായിച്ച് ഇരിക്കുമ്പോൾ, ആ വാക്യം തന്നെ ഇങ്ങനെ വായിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നാലാമത്തെ എഴുതിക്കോ, ദൈവാത്മാവിൽ നിന്ന് കേൾക്കാനുള്ളൊരു മനസ്സ്. ധ്യാനാത്മക പഠനത്തിൽ വേണ്ടത് ആവശ്യമായ കാര്യങ്ങളാണ്. 5, ഒരു നോട്ട്ബുക്കും പേനയും. 6, ഈ ഭാഗത്തു നിന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, പ്രവൃത്തികൾ. ധ്യാനാത്മക പഠനത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ ഇവയാണ്. 1, ഞാൻ ഏറ്റുപറയേണ്ട ഏതെങ്കിലും പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഞാൻ ഏറ്റുപറയേണ്ട എന്തെങ്കിലും പാപങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? 2, ഞാൻ ഏറ്റെടുക്കേണ്ട എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ ഈ ഭാഗത്തുണ്ടോ? ഞാൻ ഏറ്റെടുക്കേണ്ട എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ ഈ ഭാഗത്തുണ്ടോ? 3, എൻ്റെ സ്വഭാവത്തിൽ ഞാൻ വരുത്തേണ്ട എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ? ശ്രദ്ധിച്ചേ, ഈ പറഞ്ഞത് ഒന്നാമത് പറഞ്ഞത് തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഒന്നാമത് എന്ത് പറഞ്ഞേ? എന്തെങ്കിലും പാപങ്ങളുണ്ടോ എന്നാ. ഇവിടെ പറഞ്ഞ എന്തുവാ? എൻ്റെ സ്വഭാവം. ഇത് രണ്ടും രണ്ടാ കേട്ടോ, ഇത് രണ്ടും രണ്ടാ. എൻ്റെ സ്വഭാവം, എനിക്ക് പാപമല്ലാത്ത ഒത്തിരി സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? അത് പാപമൊന്നുമല്ല, പക്ഷെ അത് മാറ്റിയില്ലേ അടി കിട്ടും, അത്രേ ഉള്ളൂ. മാറ്റിയില്ലെങ്കിൽ അടി കിട്ടും. ആരോടെ എന്തുവാ പറയേണ്ടതെന്നും ആളുകളോട് എങ്ങനെ പെരുമാറേണ്ടതെന്നും അത് പാപമൊന്നുമല്ല. അപ്പം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടോ? ഈ ഭാഗം എന്നോട് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയുന്നുണ്ടോ? അത് അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, ഒന്നും ഇപ്പോൾ എഴുതി നമ്മൾ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് 4-മത്തെ അല്ലേ? ഞാൻ അനുസരിക്കേണ്ട ഏതെങ്കിലും കൽപ്പനകളുണ്ടോ? 5, പിൻപറ്റേണ്ട ഏതെങ്കിലും മാതൃകകളുണ്ടോ? അടുത്തത്, പ്രാർത്ഥിക്കേണ്ട ഏതെങ്കിലും പ്രാർത്ഥനകളുണ്ടോ? അടുത്തത്, തിരുത്തേണ്ട ഏതെങ്കിലും തെറ്റുകളുണ്ടോ? അടുത്തത്, വിശ്വസിക്കേണ്ട ഏതെങ്കിലും സത്യങ്ങളുണ്ടോ? അടുത്തത്, ദൈവത്തോട് നന്ദി പറയേണ്ട ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? അപ്പോൾ ഒരു വാക്യത്തെ നമ്മൾ പഠിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചോദിക്കണം. എത്ര പോയിൻ്റുണ്ട്? 9 അല്ലേ? ഈ 9 പോയിന്റ് നമ്മൾ ചോദിക്കണം, ഇത് 9 ചോദ്യം ചോദിക്കണം ഇപ്പോഴത്തെ. അപ്പം തന്നെ നമുക്ക് പ്രസംഗിക്കാൻ ഇഷ്ടം പോലെ ആയി. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചു, അതിൻ്റെ ഉത്തരങ്ങൾ നമ്മുടെ ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീ വചനത്തെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് ദൈവം എന്നോട് എന്തോ സംസാരിക്കുന്നേ, ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏതെങ്കിലും വാക്തത്വം ഉണ്ടോ ഇതിനകത്ത്? ഓക്കെ, അത് എഴുതി. എൻ്റെ സ്വഭാവത്തിൽ ഏതെങ്കിലും മാറ്റം വരുത്തണമെന്ന് ദൈവാത്മാവ് വാക്യത്തിലൂടെ എന്നോട് പറയുന്നുണ്ടോ? ഒരുപക്ഷെ എല്ലാ ചോദ്യത്തിനും ഉത്തരം ചിലപ്പോൾ ഒരു വാക്യത്തിൽ ഉണ്ടാവില്ല, പക്ഷെ അതെല്ലാം നമ്മൾ എഴുതി വയ്ക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ എന്ത് ചെയ്തു? ഒരു 9 കൂട്ടം കഷണം കിട്ടിയ പോലായി. ഇനി ഇതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഇതെങ്ങനെ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്, അതാണ് അടുത്ത സ്റ്റെപ്പ്. അടുത്ത പടി ഇനി എന്തുവാ? ഇതെങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പോകുന്നു. ഇപ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു, വാക്യം ഞാൻ കരുണയുള്ളവനായിരിക്കണമെന്ന് ദൈവം എന്നോട് സംസാരിച്ചു. അപ്പോൾ എല്ലാവർക്കും കൈയിടും ഞാൻ കരുണയുള്ളവനാട്ടോ എന്ന് പറഞ്ഞ് ഷെയ്ഖിൻ്റെ കൊടുത്ത് പറയുകയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാനിത് എങ്ങനെയാണ്
എൻ്റെ ജീവിതത്തിൽ കരുണയുള്ളവനാണെന്ന് ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. അതായിനി ഞാൻ കണ്ടെത്തണ്ടേ. എൻ്റെ ആകെയുള്ള 1000 രൂപ. ഈ 1000 രൂപയും വെച്ച് ഞാൻ കരുണയുള്ളവനാണെന്ന് എനിക്ക് വെളിപ്പെടുത്തണം. ഒരു കാര്യം, ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തേക്കാം. ഈ 1000 രൂപ എന്ത് ചെയ്യാം? കുറേ നോട്ടീസ് അടിച്ചിറക്കി, 2000 നോട്ടീസ് അടിച്ചിറക്കി, ഡാനിയൽ സാർ കരുണയുള്ളവനാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം? നോട്ടീസ് അടിച്ചിറക്കി നാളുകൾ കൊടുക്കുകയെന്ന് വേണ്ടേ? ദൈവം എന്നോട് സംസാരിച്ചു, നീ കരുണയുള്ളവനായിരിക്കണം എന്നുള്ളത്. ഞാൻ ഇനി അതെങ്ങനെയാ പ്രവൃത്തി കൊണ്ടുവരാൻ പോകുന്നത്? ഈ കഴിഞ്ഞ സുഹൃത്ത് യോഗത്തിന് പോകാൻ നേരത്തെ ഒരാളെന്നോട് ചോദിച്ചു, അവിടെ ആരാ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരായാലും ഇപ്പം എന്നെ ബാലൻ്റെ കയ്യിലും 5 അപ്പവും 2 മീനും ഉണ്ടെന്ന് പറഞ്ഞു. എത്ര പേർക്ക് ദൂത് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ബാലൻ്റെ കയ്യിലും എന്തോ ഉണ്ട്? 5 അപ്പവും 2 മീനും ഉണ്ട്. നിങ്ങളൊരു കാര്യം ചിന്തിക്ക്, അവരെല്ലാം ഈ പിള്ളേരെയൊക്കെ ഒഴിവാക്കിയായിരുന്നെങ്കിലോ? അന്ന് അപ്പം തരയുന്ന കൂട്ടത്തിൽ പിള്ളേരെല്ലാം ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞ് അവരെ അവോയ്ഡ് ചെയ്തായിരുന്നെങ്കിൽ കർത്താവിനൊന്ന് പ്രവർത്തിക്കാനുള്ള അപ്പം എന്ത് ചെയ്യത്തില്ല? കിട്ടത്തില്ല. അത് നിൻ്റെ സഭയിലെ കൊച്ചു വിശ്വാസിയാണെങ്കിലും ഇന്നലെ വന്നവനാണെങ്കിലും ചിലപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ ആയിരിക്കും ദൈവം അന്ന് എന്ത് ചെയ്യുന്നത്? നമ്മളോടുള്ളൊരു ദൂതിന് വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്. ഒരുപക്ഷെ അവർ പാടിയൊരു പാട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ പറഞ്ഞൊരു സാക്ഷിയായിരിക്കും. ഞാൻ ഓർക്കുന്നു, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രവർത്തിച്ചൊരു മിഷൻ ഫീൽഡുണ്ട്. ഏതാണ്ട് 1 വർഷത്തോളം അവിടെ പ്രവർത്തിച്ചിട്ട് ഒരു ആത്മാക്കൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഒരു ഈച്ച പോലും പുതിയതായിട്ട് സഹായത്തിന് വരുന്നില്ല. ഞാൻ അത് അടച്ചു പൂട്ടാൻ ഞാൻ തീരുമാനിച്ചു. ആരോടും പറഞ്ഞില്ല. ഞാനും ഉണ്ട്, ആൻറ്റിയുണ്ട്, ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. 2 പേരിരുന്ന് എത്ര പാട്ട് പാടും? 2 പേരിരുന്ന് എന്തോരം പ്രസംഗിക്കും? 2 പേരിരുന്ന് എന്തൊക്കെ പ്രബോധിപ്പിക്കും? അപ്പോൾ അത് പിന്നെ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പറയണോ? ഒന്നും പറയാൻ കാണില്ല നമുക്ക്. അന്ന് ഏതായാലും അവസാനം കാലത്തേക്ക് യോഗമൊക്കെ തീർത്തി 10 മണിക്ക് യോഗം തുടങ്ങി. ഞാനൊരു 11 മണിയോടുകൂടെ യോഗം അവസാനിക്കാൻ പോവുക. ആ സമയത്തുണ്ടടാ 2 സഹോദരിമാർ കയറി വരുന്നു യോഗത്തിനൊന്ന്. ബഥേലാശ്രമത്തിൽ 2 സഹോദരിമാരാണ് കയറി വരുന്നത് യോഗത്തിന്. ആയുസ് വരാത്തവരെ, ഞാനവിടെ താമസിച്ചിട്ട് വർഷങ്ങളോളമായി, ഇതുവരെ അവിടെ ആരാനിക്ക് വരാത്ത 2 സഹോദരിമാർ. അത് വേറെ എവിടെ അങ്ങോട്ട് പോകാൻ നേരത്ത് അവിടെ ആയപ്പം ബസ് ബ്രേക്ക് ഡൗൺ ആയി, പോകാൻ നിർത്തിയില്ല. അതിന് യോഗം മുടക്കണ്ടെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പോൾ നമ്മളിവിടെ ആശീർവാദം പറയേണ്ട സമയമായി. അപ്പോൾ 2 ആത്മാക്കൾ വന്നുകൊണ്ട് ഇനി അവർക്ക് പ്രസംഗിക്കാൻ സമയം കൊടുക്കാമെന്ന് വിചാരിച്ച്, എന്നാൽ അവരിലൊരു സഹോദരി സാക്ഷി പറഞ്ഞു, ഒരു സഹോദരി പ്രസംഗിക്കാൻ ഒരു വചനത്തിൽ നിന്നൊരു പ്രബോധനം തരാനാണ് എഴുന്നേറ്റത്. അന്ന് വായിച്ചൊരു വാക്യമുണ്ട്, എന്നെ പോലുള്ള ഒരുവൻ ഓടിപ്പോകുമോ? നെഹമ്യാവിൻ്റെ പുസ്തകത്തിലെ നെഹമ്യാവ് പറയുന്നില്ല, എന്നെ പോലുള്ള ഒരുവൻ. അതാണെന്ന് പറഞ്ഞ വാക്യം, അന്ന് സാക്ഷി അവർ പ്രബോധിപ്പിച്ച വാക്യം. ഇത് എൻ്റെ ചങ്ങലിട്ട് കുത്താന്ന് അവർക്കറിയത്തില്ല. ഞാനിവിടെ അവസാനിപ്പിച്ച് പോകാതിരിക്കുക. അന്ന് വചനം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. പ്രാർത്ഥന ഞാൻ തന്നെ എന്നെ തന്നെ ദൈവസേന, കർത്താവേ നീ എന്നോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. ഒരു കാരണവശാലും ഇനി ഇവിടുന്ന് ഓടിപ്പോകുന്ന പ്രശ്നമില്ല. ഒരു കാരണവശാലും ഇവിടുന്ന് ഇനി ഓടിപ്പോകുന്ന പ്രശ്നമില്ല. നീ എന്നോട് പറയാതെ ഇനി ഇവിടുന്ന് പ്രശ്നമില്ല. പിന്നെ അവിടെ വേല തുടർന്നു. ആത്മാക്കളൊന്നും വന്നില്ല. പക്ഷേ ഇന്നലെ അല്ല, അതിന് മുമ്പിലത്തെ ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ചയുടെ മുമ്പിലത്തെ ഞായറാഴ്ച വെട്ടിക്കാട്ടിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് എന്നെ വിളിച്ചു. അന്ന് ഞാൻ സന്ദർശിച്ച വീട്ടിലെ ഒരു 10-20 എണ്ണം അന്ന് അവിടെ ആരാനിക്ക് വന്നിട്ടുണ്ട്. അവരുടെ ഭർത്താക്കന്മാരുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ അടുത്ത ആഴ്ച ഇവിടെ ആരാനിക്ക് വന്നു പറഞ്ഞിരിക്കുക. എല്ലാവരും കൂടെ 30 വർഷം മുമ്പ്, 30 അല്ല 40 വർഷം മുമ്പ് വരച്ച വിത്തുകളതെല്ലാം.
എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അതെല്ലാം സ്ഥാനപ്പെടും. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനു വേണ്ടിയാ? എന്തുവായിരുന്നു ഇതിലേക്ക് നമ്മൾ വന്നതിൻ്റെ കാരണം? അത് തന്നെ. എങ്ങനെയാണ് ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്? ഞാൻ കേട്ട വചനം, എന്നോട് ഇടപെട്ട വചനം, അപ്പോൾ ആ ദൂത് എന്നെ ബലപ്പെടുത്തി. അതെല്ലാം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ മാളയിലോട്ട് പോവുക. അന്ന് പാസ്റ്റർ തോമസ് ഉരപ്പാനിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. പുള്ളി ഇതുപോലെല്ലാം പ്രവർത്തിച്ച് ആകെ നിരാശനായിട്ട്, അല്ല 2 ആഴ്ചയല്ല കേട്ടോ, ചില വർഷങ്ങൾക്ക് ശേഷം അത് നിരാശനായിട്ട് പുള്ളി അവസാനിപ്പിക്കാൻ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ പോവുക എന്ന് പറയാൻ പുള്ളിക്ക് അതിനുള്ള ഗട്ട്സ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഇതില്ലാത്തതുകൊണ്ട് പുള്ളി രാജിക്കത്ത് എഴുതി കൈ വച്ചിരിക്കുക. ഞാൻ പോരാൻ നേരത്തെ അന്നത്തെ, അപ്പോൾ ഞാൻ ആരാധന കഴിഞ്ഞിട്ട് വൈകുന്നേരം അവിടെ പോകും പുള്ളിക്കൊരു കൂട്ടായ്മ കൊടുക്കാനായിട്ട്. കഥകളൊക്കെ ഒത്തിരി ഉണ്ടല്ലോ മക്കളെ. എല്ലാം ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് പുള്ളിയുടെ കൂടെ താമസിച്ച് പുള്ളിയെ ബലപ്പെടുത്തി ഒരു ആരാധനയൊക്കെ നടത്തി പിറ്റേന്ന് രാത്രി അവിടെ കിടന്ന് പിറ്റേന്ന് അവിടെ നിന്ന് എഴുന്നേറ്റാണ് ഞാൻ വരുമ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ പോവുക. അപ്പോൾ അന്ന് പുള്ളി ആകെ നിരാശപ്പെട്ടിരിക്കാൻ ആത്മാക്കളാരും വരുന്നില്ല. ഇന്ന് മാളയിലെ അതിൻ്റെ ചുറ്റുപാടുമായിട്ട് 6-7 പെന്തക്കോസ്ത് സഭകളുണ്ട് കേട്ടോ. ആദ്യത്തെ സഭ നമ്മുടെയാണ്. വളരെ നിരാശനായിട്ട് പുള്ളി ഇരിക്കുക അവിടെ, ആരും നിവൃത്തിയില്ല. എന്തിനാ ഇനി എൻ്റെ ജീവിതം മുഴുവൻ പാഴാക്കുന്ന രീതിയിൽ പുള്ളി ഇത് എന്നോട് നേരിട്ട് പറയാം. കാരണം അത്രയും സ്നേഹമായതുകൊണ്ട് നേരിട്ട് പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പുള്ളി രാജിക്കത്ത് എഴുതി ഇതെനിക്ക് തന്നേച്ച് ഞാൻ രാവിലെ ഞാൻ പോകുമ്പം എൻ്റെ തന്നേച്ച് പുള്ളി അന്ന് തിരിച്ച് കോട്ടയത്തോട്ട് പോകാൻ പരിപാടിയെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അന്നത്തെ പ്രാർത്ഥനയിലെ ദൈവാത്മാവ് ഈ ദൂത് എന്നോട് വീണ്ടും പറയാണ്, ഞാൻ സംസാരിക്കുക, എന്നെപ്പോലുള്ള ഒരുവൻ ഓടിപ്പോവോ? ദൈവശബ്ദം കേട്ടിട്ട് ദൈവം യോഗം പ്രാപിച്ചിട്ട് വന്ന ഒരു മനുഷ്യൻ എന്നെപ്പോലുള്ള ഒരുവൻ ഓടിപ്പോകുമോ? ഇല്ല, ഞാൻ ഓടിപ്പോകത്തില്ല. അന്ന് തോമസ് ഉരപ്പാനിയോടുള്ള ദൂതാണത് മുഴുവനും. പുള്ളി ആ കത്തെനിക്ക് തന്നില്ല. ഈ സംഭവമൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് അവിടെ സ്ഥലമൊക്കെ വാങ്ങിച്ച് ഹോളൊക്കെ വെച്ചതിൻ്റെ സമയത്താണ് പുള്ളി ഈ കഥ പറയുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്ത മനുഷ്യനാണ്, അന്ന് ഇങ്ങനൊരു വാക്യമാണ് എന്നെ എന്ത് ചെയ്തത്, നിലനിർത്തിയത്. നമ്മുടെ ചോദ്യം ഇതാ, കർത്താവ് ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ ഹൗ ആർ വി ഗോയിങ് ടു അപ്ലൈ ഇറ്റ്? നമ്മളത് എങ്ങനെ എന്ത് ചെയ്യാൻ പോവുക? അതാണ് നമുക്കറിയേണ്ടത്. ജനത്തിന് ആവശ്യം അതാ, നമ്മുടെ വിശ്വാസികൾക്ക് ആവശ്യം. നമ്മൾ എന്തോ ചെയ്യാൻ പോന്നേ. അതുകൊണ്ടാണ് ഇന്നലത്തെ ആരാധനയിൽ പറഞ്ഞത്, ബംഗാൾ മുഴുവൻ ഒരുങ്ങിക്കിടക്കുക, പ്രാർത്ഥിച്ചാൽ പോരാ. കർത്താവ് ബംഗാളിനെ രക്ഷിക്കണേ, ബംഗാളിനെ രക്ഷിക്കണമെന്ന് പറയാൻ വളരെ എളുപ്പമാണ്. വെസ്റ്റ് ബംഗാളിനെ രക്ഷിക്കണമെന്ന് പറയാൻ എളുപ്പമാണ്. നമ്മളെന്തോ ചെയ്യാൻ പോന്നേ? നമുക്കൊരു പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യേണ്ടതെന്നൊരു കാര്യം അറിയണ്ടേ നമുക്ക്. അതാ പറഞ്ഞേ, ജനുവരി തൊട്ട് 220 മിഷണറിമാരെ എടുക്കാൻ പോവുക. എൻ്റെ സപ്പോർട്ട് കംപ്ലീറ്റ് അങ്ങ് ഇടാൻ പോവാ ഞാൻ. എന്നിട്ട് ഞാനൊന്ന് വിശ്വാസത്താൽ ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പറ്റും. എൻ്റെ ആഗ്രഹം ഒരു 2,000 രൂപ വെച്ചെങ്കിലും എല്ലാ ദൈവദാസന്മാർക്കും അവിടെ കൊടുക്കണമെന്നാണ്. ഒരാഴ്ച 3 ദിവസം കർത്താവിൻ്റെ വേല ചെയ്യട്ടെ, 4 ദിവസം ജോലിക്ക് പോട്ടെ. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം അവർ ജോലിക്ക് പോയിക്കോട്ടെ. അത് എല്ലാ ദിവസവും ഒന്നും ജോലി കിട്ടുമെന്ന് വരത്തില്ലട്ടോ അവർക്ക്, ആരോട് എടുത്തു വെച്ചിട്ടൊന്നുമില്ല. എന്നാൽ വെള്ളി ശനി ഞായർ ആഴ്ച 3 ദിവസം വെച്ച് 4 ദിവസം അവർ വർക്ക് ചെയ്യട്ടെ. 12 ദിവസം. എനിക്ക് ഉറപ്പുണ്ട് ഓരോരുത്തരും സഭ സ്ഥാപിക്കുന്നുള്ളത്. എനിക്ക് ഉറപ്പുണ്ട് 2025 ആവും, ഡിസംബർ ആകുമ്പോൾ നമുക്ക് 100 സഭ അവിടെ ഉണ്ടാവുന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യം എനിക്ക്. അതിന് നമ്മൾ ഇവരെ നിലനിർത്തിയേ പറ്റൂ. അത് ഞാൻ എടുത്തേക്കുന്ന തീരുമാനം അതാ. എനിക്കൊരു സപ്പോർട്ട് കംപ്ലീറ്റ് ഞാൻ ചർച്ചയിൽ നിന്ന് തരുന്ന ചർച്ച സപ്പോർട്ട് ഞാൻ അങ്ങ് കൊടുക്കാൻ പോവാം. പിന്നെ ബാക്കി കുറച്ചും കൂടെ പേര് മതി. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം അവർക്ക് ഹൗ ആർ യു ഗോയിങ് ടു അപ്ലൈ ഇറ്റ്? നീ ഇതെങ്ങനെ ചെയ്യാൻ പോകുന്നത്? അതാ ജനത്തിന് അറിയണ്ടേ. ഞാൻ അതെല്ലാവരും പ്രാർത്ഥിച്ചോളൂ, അത് നീ വേണം പ്രാർത്ഥിക്കൊന്നും വേണ്ട. പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ ആളുണ്ട്. ഇപ്പം ഫേസ്ബുക്കിൽ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചുരുങ്ങിയത് 1000 പേര് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ പ്രാർത്ഥിക്കാം, ചിലവില്ലാത്ത പരിപാടിയാണല്ലോ. പ്രാർത്ഥിച്ചില്ലേലും ഞാൻ പ്രാർത്ഥിച്ചൊന്നും പറയുകയും ചെയ്യാമല്ലോ. എന്നാൽ എനിക്ക് $1 വെച്ച് തരണമെന്ന് പറഞ്ഞാൽ ഒരു $1000 1000 പേര് വന്നേച്ചാൽ മതി ഓരോ $1 തരാൻ.
ഞാൻ ഫേസ്ബുക്കിൽ ഇടാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി. ഗിവ് എ പ്രാക്ടീസ്. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറ. ജ്ഞാനാത്മകമായ പഠനത്തിൽ ഇനി എന്ത് ചെയ്യത്? ആപ്ലിക്കേഷൻ പാർട്ട്. എങ്ങനെയാണ് ഞാനിത് എന്ത് ചെയ്യുന്നത്? പ്രവൃത്തിപരത്തിൽ കൊണ്ടുവരുന്നത് എന്ന് ജനത്തോട് പറയണം. എങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ പോന്നേ? അത് എഴുതണം. എന്നിട്ട് ഡയറി ചെന്ന് എഴുതി, ദിസ് ഇസ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു. ഞാനത് ചെയ്യാൻ പോകുന്ന ഇതാ. എൻ്റെ സപ്പോർട്ട് ഞാൻ വെസ്റ്റ് ബംഗാൾ മിഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ ഒരു വർഷത്തെ കംപ്ലീറ്റ് മാറ്റി വെച്ചേക്കുക. അപ്പം എൻ്റെ ആവശ്യം തമ്പുരാൻ നടത്തുമെന്നേ. ഈ പ്രസ്ഥാനം മുഴുവൻ തമ്പുരാനിൽ നടത്തുന്നത്. പിന്നെന്ത്? അപ്പം ആപ്ലിക്കേഷൻ പാർട്സ്. അവിടെ നീ എന്തോ ചെയ്യണ്ടേ? നിങ്ങളങ്ങനെ ചെയ്യണമെന്നല്ല പറയണ്ടേ. അവിടെയാണ് നമ്മുടെ പ്രാസമാർഗ്ഗങ്ങൾ വരാം. നിങ്ങളൊക്കെ മര്യാദയ്ക്ക് ദശാംശം കൊടുത്തോളൂ. ഇയാളെന്ത് ചെയ്തില്ല? കൊടുക്കില്ല. 5 പൈസ കൊടുക്കില്ല. ഇയാൾ ദശാംശം എന്ന് പറഞ്ഞ് കൊണ്ടിടുന്നത് എത്രയാ? 200 രൂപയാണ്. ഇയാൾക്ക് വരുമാനം എത്ര? പാസ്റ്റർമാരെന്ത് ചെയ്യുന്നത്? ദശാംശം എന്ന് പറഞ്ഞ് കൊണ്ടിടുന്നത്. സാറിനൊരു പടി വെച്ചിട്ടുണ്ട്. ആ മനുഷ്യനിങ്ങനെ പിച്ച കണ്ടെന്ന് ചോദിക്കുന്നത് നമുക്കൊരു 300 രൂപ കൊടുത്തേക്കാം, അല്ലെങ്കിൽ 150 രൂപ കൊടുത്തേക്കാം. നോ, ഞാനിത് ചെയ്യാൻ പോകുന്നതെന്ന് പറ. എന്നിട്ട് വിശ്വാസികളെ വെല്ലുവിളിക്കുന്നേ. ഞാൻ പറയാറുണ്ടല്ലോ, എപ്പോഴും പറയാറുണ്ടല്ലോ, ചർച്ചയിൽ പറയാറുണ്ടല്ലോ, നിങ്ങളൊരു മാസം, ഒരു വർഷം മുഴുവനും കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യേ? കണക്ക് വയ്ക്കേ. വർഷാവസാനത്തിൽ ദൈവം നിനക്ക് അതുപോലെ നിനക്ക് നന്മ ചെയ്തില്ലെങ്കിൽ തിരിച്ച് പറഞ്ഞ പലിശ സഹിതം നിൻ്റെ പൈസ മടക്കി തരാന്നേ. പലിശ തന്നേക്കാം. ദൈവം ചെയ്യുന്ന ദൈവം. അപ്പോൾ ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് ആദ്യം പറ. ഞാൻ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് പറ. അതല്ലേ കർത്താവ് നമുക്ക് പിൻപറ്റാൻ നല്ല മാതൃക കാണിച്ചല്ലേ പോയേ. എല്ലാറ്റിനും സ്നാനപ്പെടാൻ മാത്രമല്ല, പ്രാർത്ഥനാ ജീവിതത്തിന് മാതൃകയായിരുന്നു. എപ്പോൾ ആഹാരം കണ്ടാലും തിന്നുന്നതല്ലായിരുന്നു. ശിഷ്യന്മാർ ഒരിക്കൽ ആഹാരം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞു, വേണ്ട, നിങ്ങളറിയാത്തൊരു ആഹാരം എനിക്കുണ്ടെന്ന് പറയും. അപ്പോൾ അവർ പറഞ്ഞു, അതാരെങ്കിലും അവന് വേറെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഞങ്ങൾ പോയ നേരം നോക്കി അവന് കൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനും കർത്താവ് മാതൃകയായിരുന്നു. സൂചന പറയുന്നതിന് മാതൃകയായിരുന്നു. പ്രാർത്ഥിക്കുന്നതിന് മാതൃകയായിരുന്നു. സഹനത്തിന് മാതൃകയായിരുന്നു. ക്ഷമിക്കുന്നതിന് മാതൃകയായിരുന്നു. താൻ മാതൃക അല്ലാത്തത് എന്തോ ഉള്ളേ? അതാ പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് പിൻപറ്റാൻ നല്ലൊരു മാതൃക വെച്ചാ പോകുന്നേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വേണം ആദ്യം പറയാനായിട്ട്. ആപ്ലിക്കേഷൻ പാർട്ടിൽ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്നത്, ഞാനിത് ചെയ്യാൻ പോവുക. സ്വയം തള്ളല്ല ഇത്. അല്ല, ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി സ്വയം തള്ളുന്ന തള്ളല്ല. യു പ്രൂവ്. ജീവിതം കൊണ്ട് തെളിയട്ടെ അത്. ലളിത ജീവിതം നയിക്കാത്ത ഞാൻ എങ്ങനെ ലളിത ജീവിതത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാമെന്ന്? എന്നോട് ഈയിടെ ഒരാൾ ചോദിച്ചു, എന്താ വാച്ച് കേട്ടാത്തേ ചോദിച്ചു. ഞാൻ ചോദിച്ചു, വാച്ച് കേട്ടുന്നത് എന്തോതിനാന്ന് ചോദിച്ചു. സമയം അറിയാം. ഞാൻ പറഞ്ഞു, ഈ സാധനം ഉള്ളപ്പോൾ പിന്നെ എനിക്ക് വേറെ എന്തോതിനാ വേണ്ടേ? എനിക്ക് അത്യാവശ്യം സമയം അറിയണമെങ്കിൽ ഇതുണ്ട്. ഇത് സാധനം ഒഴിച്ചു വയ്ക്കാറില്ല. ഇത് എവിടെ പോയാൽ ഈ സാധനം ഇപ്പം കൂടെ ഉണ്ടെങ്കിലേ പറ്റും നമുക്ക്. എന്നാൽ ഞാനൊരു വാച്ച് തന്നാൽ കെട്ടുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. കാരണം അവിടെ വീട്ടിൽ 3 ഇരിപ്പുണ്ട്. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ എടുത്ത് തന്നേക്കാം. ദൈവം സഹായിച്ച് ഇന്ന് ഒരു വാച്ച് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇന്നലെ ഒരാൾ എന്നെ കാണാൻ വന്നപ്പം വലിയൊരു ഷർട്ട്, ഭയങ്കര വിലയൊരു ഷർട്ട് കൊണ്ട് വീട്ടിൽ ചോദിച്ചു. ഞാൻ എപ്പോഴാണ് ഇടാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അത് ഞാൻ മനുഷ്യനെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാനത് അവിടെ വാങ്ങിച്ചു വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, ലളിത ജീവിതം പ്രസംഗിക്കുന്ന ഞാനെന്ന് എന്ത് ചെയ്യണം? അത് കാണിച്ചു കൊടുക്കുക. റോളക്സ് വാച്ചും കെട്ടിയിട്ടല്ല ആഭരണം ഇടരുതെന്ന് പ്രസംഗിക്കേണ്ടത്. അത് വാച്ച് കെട്ടുന്നത് തെറ്റാണെന്നോ പാപമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നീ ലളിത ജീവിതം പ്രസംഗിക്കുന്നെങ്കിൽ നീ അത് ജീവിച്ച് കാണിച്ചു കൊടുക്കും. വാട്ട് ആം ഐ ഗോയിങ് ടു ഡു? ഞാൻ എന്താ ചെയ്യാൻ പോന്നേ?
ഈ ഭാഗം എന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു, ഞാൻ എന്തു അത് ചെയ്യാൻ പോകുന്നത്. 2, അതിനകത്ത് 2, പ്രായോഗികം അതിനകത്ത് 2. പറയുന്ന കാര്യം പ്രാക്ടിക്കലായിരിക്കണം, പ്രായോഗികമായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ പ്രായോഗികം ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമൊന്നും എന്ത് ചെയ്യരുത്. എല്ലാവരും നോക്കിയാൽ 4 മണിക്ക് എഴുന്നേറ്റാണോ, ഇയാൾക്ക് ഒരു 7 മണിയൊന്നുമില്ലല്ലോ. ഇയാൾക്ക് 4 മണിക്ക് എണീക്കാം, കാരണം 9 മണിയാകുമ്പോഴത്തേന് ഇയാൾ കയറി കിടക്കും. പ്രായോഗികമല്ലാത്തത് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പറയരുത്. ഞാൻ നമ്മുടെ സെൻട്രൽ പാസ്റ്റർമാരോട് പറയാറുണ്ട്, ആ പാസ്റ്റർമാരാരും വേലയ്ക്ക് വെച്ചാൽ, ഞാൻ പറഞ്ഞു വേലയ്ക്ക് വെച്ചാൽ കാരണത്തിൻ്റെ കാര്യം എന്നാ, പ്രായോഗികമല്ലെന്ന്. ആഴ്ച 7 ദിവസം യോഗം വെച്ചാൽ ഇവരെങ്ങനെ വരും? ഇയാൾക്കെങ്കും പോകണ്ടല്ലോ, എല്ലാവരും ഇയാളുടെ വീട്ടിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇയാൾക്കെങ്കും പോകണ്ട. പ്രായോഗികമായതായിരിക്കണം നമ്മുടെ വിശ്വാസികളോട് പറയാൻ പറ്റുന്നത്. നമ്മൾ പ്രസംഗത്തിലൂടെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ പ്രായോഗികമായിരിക്കണം, പ്രാക്ടിക്കലായിരിക്കണം. നമ്മളിന്ന് ചെയ്തു നോക്കണം, പറ്റുമോ ഇല്ലയോ എന്ന് ആദ്യം. നമ്മളാദ്യം ഒന്ന് ചെയ്തു നോക്കുക. പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണ്ട, വലിയ വീമ്പിളക്കാൻ പോരുത്. പ്രാക്ടിക്കലായിരിക്കണം. 3, കഴിയുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളായിരിക്കണം. പ്രായോഗികം എന്ന് പറയുന്നതും ഇതും രണ്ടും രണ്ടാകേട്ടോ. ഇത് എല്ലാവരെ കൊണ്ടും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ എന്ത് ചെയ്തു പൊതുവായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. അതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു.